ഗുഡ് മോർണിംഗ്. എല്ലായിടമൊക്കെ മഴയൊക്കെ ആയിരിക്കും. ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടി അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. അരിപ്പൊടി ഇതിനകത്തോട്ട് നമുക്ക് തട്ടാം. എന്നിട്ട് നമുക്കിതിൽ ചേർക്കാം കുറച്ച് പാല്. പാലെന്ന് വെച്ചാൽ തേങ്ങാപ്പാല ചേർക്കണ്ടേ. ഇനി ലേശം ഉപ്പിട്ട് കൊടുക്കാം. മധുരം ഒരു സ്പൂണ്. മധുരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കാം. കുറച്ച് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് 30 മിനിറ്റ് അടച്ചു വെക്കാം. കുറച്ച് എണ്ണ തടവി കൊടുത്ത് നമുക്കതൊന്ന് മാവ് കോരി ഒഴിക്കാം. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് വേവിക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി വേവിച്ചെടുക്കാം. നമ്മൾ അടുപ്പിൽ വെച്ച് ഇതിനകത്ത് വെച്ച് ഇനി അടച്ചു കൊടുക്കാം. അടച്ചൊക്കെ വെച്ച് ഇത് ആവിയിൽ വേവട്ടെ. ഇച്ചിരി ജീരകവും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ഭംഗിക്ക്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കാം. ഒരു പാത്രത്തിലോട്ട് ഇച്ചിരി തണുക്കട്ടെ. 2 മിനിറ്റ് കഴിയുമ്പോൾ മാറ്റാം. നമ്മൾ പ്ലേറ്റിൽ ഒരു ഇലക്കകത്ത് തട്ടിയിട്ടുണ്ട്. തിരിച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള വിഭവമാണ്. വലിയ ചേരുവയൊന്നുമില്ല. അടിപൊളി വിഭവമാണ്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അരിപ്പൊടിയും തേങ്ങാപ്പാലും പഞ്ചസാരയും മതി ഇത് ഉണ്ടാക്കാൻ. ഇത് ആവി വേവിച്ചെടുക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ, നമുക്കൊരു 4 മണി പലഹാരമായിട്ട് ചായയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. ആവി വേവിച്ച നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു റെസിപ്പീസാണ്. എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വീട്ടിലൊക്കെ തയ്യാറാക്കി നോക്കുക. നല്ല എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക. ഒരുപാട് വീഡിയോ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക. ഇങ്ങനെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റായ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ എളുപ്പം എന്നൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വന്ന വലിയ ചേരുവകളൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അധികം ചേരുവയൊന്നും ചേർക്കാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ തയ്യാറാക്കിയത്. പിന്നെ നമുക്കിതൊരു പീസായി കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പീസ് കാണിച്ചു തരാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമനുസരിച്ച് കട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് നല്ല ഒരു നൈസ് നമ്മൾ വയലിട്ട് അരിഞ്ഞു പോകും. എളുപ്പം കഴിക്കാനൊക്കെ പറ്റിയ വലിയ കട്ടിയൊന്നുമില്ല. എളുപ്പം എന്നൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റിയൊരു നല്ല റെസിപ്പീസാണ്. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, മുതിർന്നവർക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എന്നാലും വീടുകളിലൊക്കെ ഒന്ന് പ്രത്യേകം തയ്യാറാക്കിയൊക്കെ നോക്കി കഴിക്കുക.